ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാന്തരമായി സന്നിധാനത്തും പ്രത്യേക അന്വേഷണ സംഘ തലവൻ SP എസ് ശശിധരന്റെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടക്കുകയും ചെയ്യുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഒപ്പം AV ജയശങ്കറുമുണ്ട്. ഷഫീദിലേക്ക് ആദ്യം. ഷഫീദ്, ഈ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ പുതുതായി ലഭ്യമാകുന്നുണ്ടോ? പക്ഷെ അങ്ങനെ കാര്യമായ വിവരം ലഭ്യമാകുന്നില്ല. പക്ഷേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിലും വൈരുദ്ധ്യം മനസ്സിലാക്കിയ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കാൻ പോകുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പലതരത്തിൽ ഒരുക്കാൻ നിർദ്ദേശം നൽകിയെന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും സുപ്രധാനമായിട്ടുള്ളൊരു നീക്കമാണ്. മാത്രമല്ല ഇതേ സമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രഹസ്യകേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ സന്നിധാനത്തും SIT സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിലാണ് ഫയലുകൾ പരിശോധിക്കുന്നത്. അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തുക അടക്കമുള്ള കാര്യങ്ങൾ അത് ലക്ഷ്യം വെക്കുന്നുണ്ട് അന്വേഷണ സംഘം. മാത്രമല്ല ഇതേ സമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൽ നിന്നെടുത്ത രേഖകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതായത് സ്മാർട്ട് ക്രിയേഷനിൽ നിന്നെടുത്ത രേഖകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യം ചെയ്യലാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. കാരണം ഇതുവരെ ശേഖരിച്ച രേഖകളടക്കമുള്ള കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും തൊട്ടടുത്ത മണിക്കൂറുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ റാന്നി കോടതി പരിധിയിൽ, അതായത് റാന്നി മജിസ്ട്രേറ്റ് മുമ്പിലായിരിക്കും ഹാജരാക്കുക. അതിനുവേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ, അതിനുള്ള ഒരുക്കങ്ങൾ ക്രമീകരിക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതായുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഉന്മേഷ്, അതായത് ഷഫീദ്, ഈ തിരുവനന്തപുരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ പത്തനംതിട്ടയിലേക്കുള്ള യാത്രയിലാണോ അതോ തിരുവനന്തപുരത്ത് തന്നെയാണോ ഈ അന്വേഷണ സംഘവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇപ്പോഴും ഉള്ളത് ഷഫീദ്? പക്ഷേ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം ആദ്യം പേരൂർക്കട ക്യാമ്പിലേക്ക് വന്നിരുന്നു. അതായത് പേരൂർക്കട പോലീസ് ക്ലബിലേക്ക് വന്നിരുന്നു. അവിടെയാണ് SITയുടെ താൽക്കാലിക ഓഫീസ് അടക്കം, അത് മുൻകാല കേസുകളടക്കം സാധാരണഗതിയിൽ പോലീസിന് കൊടുക്കുന്ന സ്ഥലമോ അവിടെയാണ്. അവിടെ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്നാൽ ഇതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിച്ചൊരു വിവരമായി പറയാൻ കഴിയില്ല. കാരണം അതീവ രഹസ്യ സ്വഭാവത്തിലാണ് SIT ഈ നീക്കങ്ങൾ നടത്തുന്നത്. SITയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഈ കേസന്വേഷണത്തിൽ നിർണായകമാണ്. മാത്രമല്ല കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ അത് നടത്തണം. പ്രത്യേകിച്ച് വളരെ പരിമിതമായിട്ടുള്ള സമയം മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് ഉടൻ അന്വേഷണ സംഘം കടക്കും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.